ഹലോ മുത്തുമണികളെ, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇനി ചെയ്യരുത് എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ ഒരു വീഡിയോ കൂടി ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ സിലു സിൽഹ, ഈ സിലു സിൽഹ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിലുവിനെ ഞാൻ ഭയങ്കരമായി വിമർശിച്ചിട്ടുണ്ട്. ഭയങ്കര വിമർശനം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്നെ ഈ ലോകത്ത് സ്വാധീനിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. കുറച്ച് ചുരുക്കം ചില ആളുകളാണ് എന്നെ എൻ്റെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സിലു സിലു എനിക്ക് തോന്നുന്നു സിലു എന്നേക്കാൾ ഏജിൽ കുറവാണ്, ചെറിയ ആളാണ്. പക്ഷേ സിലു ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സിലുവിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, സിലുവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, സിലുവിൻ്റെ വീടിന് വേണ്ടിയിട്ട്, സിലുവിൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും അവർ പറയുന്ന കുറേയധികം മോട്ടിവേഷൻസ് ഒക്കെ ഞാൻ ഭയങ്കര ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരാളാണ്. ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയത് തന്നെ എനിക്ക് തോന്നുന്നു ഷാജി ഇവരുടെ വീട്ടിൽ പോയതിനു ശേഷം ഇവരുടെ ഒരു റെഗുലർ വ്യൂവറാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ആ ഇഷ്ടത്തിൽ നിന്നാണ് ഞാൻ അവരെ വിമർശിച്ചുകൊണ്ട് 2 വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ വിമർശിച്ചവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിലൊരു വ്യക്തിനെ എനിക്കിപ്പോൾ യാതൊരു ഇഷ്ടവുമില്ല, അത് വേറൊരു വിഷയം. ഷാജിനെ എനിക്ക് അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. അപ്പോൾ അതിൽ സിലുവിനെ ഞാൻ വിമർശിക്കാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിൽ സിലു ഭയങ്കര ഉയരത്തിലാണ്. സിലു എന്ന ഉമ്മ മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മക്കൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ഭയങ്കര കെയർ ചെയ്ത് നോക്കുന്ന വളരെ സാധുവായ ഒരു സ്ത്രീ, വളരെ പതിയെ സംസാരിക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേര് പറഞ്ഞത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ മുന്നേ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് വിമർശിച്ചു എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം. സിലുവിൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് പക്വതയുള്ള കുട്ടികളാണ്. മോൾ എനിക്ക് തോന്നുന്നു +1നോ +2നോ എങ്ങാണ്ടാണ് പഠിക്കുന്നത്. അതുപോലെ മോനും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള. എൻ്റെ മക്കൾ അതിൽ നിന്നും ഇളയ പ്രായമാണെന്ന് തോന്നുന്നു. പക്ഷെ സിലു എന്നേക്കാൾ ഇളയതാണ് കേട്ടോ. പക്ഷെ കുട്ടികൾ എനിക്ക് തോന്നുന്നു സിലു വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ്. ഞാൻ നല്ല ഏജായിട്ട് കല്യാണം കഴിച്ച ഒരാളാണ് കേട്ടോ. ഇപ്പൊ ഇത് ഇവിടെ പറയേണ്ടുന്ന കാര്യമില്ല. പക്ഷെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സിലുവിനെ കൊണ്ട് കഴിയാറുണ്ട്. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. അപ്പോൾ കുറേ കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മളെ ലൈഫിൽ ഭയങ്കരമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്താലേ ആ കാര്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കാര്യത്തിൽ സിലുവിനെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിലു ചില ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ട്. സിലുവിനെ കുറച്ച് ഫാമിലി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെയും തൻ്റെ ഭർത്താവ് പിന്നെ കുറേ കടങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ സിലു പിന്നീട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ട് ആ കടങ്ങളൊക്കെ വീട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഭയങ്കരമായ ഒരു ആരാധന സിലുവിനോട് തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിലു ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്കൊന്നും ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത്രയും കുട്ടികളെ നോക്കുകയും അവരുടെ കുടുംബകാര്യങ്ങൾ നോക്കുകയും അതിനോടൊപ്പം തൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം മാറ്റി വെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക, അവർ കഴിക്കുന്ന അതേ ആഹാരം പാവപ്പെട്ടവരും കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി, ഇതൊക്കെയും തന്നെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര ആരാധനാപാത്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് പുറമേ നിന്ന് കാണുന്ന ചില കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഇവരുടെ ഫാമിലി ലൈഫിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയാവൂ. ഞാൻ ശരിക്ക് നമ്മുടെ ചിത്ര, എന്താണ് ആ കുട്ടിയുടെ പേര്,
ഉത്തര ഉത്തര വധക്കേസ്, ഒരു പാമ്പിനെ വെച്ച് കൊന്ന ആ ഒരു കേസ് മുതൽ ഞാൻ എൻ്റെ അയൽവക്കത്തൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ ആ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്യൂട്ടല്ല ആ ലൈഫ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോകം എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. എസ്കേപ്പ് ആവണം. ആ ലൈഫ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു ലൈഫിൽ നമ്മൾ കംഫർട്ട് അല്ല എങ്കിൽ നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അയൽവാസികൾ എന്ത് പറയും എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടരുത്. നിങ്ങൾ ആ ലൈഫിൽ നിന്നും സെപ്പറേറ്റ് ആകണം എന്ന് ഞാൻ പറയാറുണ്ട്. അതൊരു പക്ഷെ നാളെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞേക്കാം. കാരണം ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ജീവിച്ച് ആ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ വേർപാട് എന്ന് പറയുന്നത് എപ്പോഴും ഏത് രീതിയിലായാലും വേർപാട് നമ്മളെയൊക്കെയും തന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിലുവിനോട് ആ ഒരു തരത്തിൽ സംസാരിച്ചത്, അല്ലെങ്കിൽ സിലുവിനെ ഞാൻ വിമർശിച്ചത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലുവിന് 5 മക്കളാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ഒരു പ്രസവം കഴിയുമ്പോൾ തന്നെ പ്രസവം എന്ന പ്രോസസ്സിനെ എല്ലാ സ്ത്രീകളും ഭയത്തോടു കൂടിയാണ് കാണുക. രണ്ടാമത് വീണ്ടും പ്രസവിക്കുക എന്ന് പറയുന്നത് ആ ഭർത്താവിനെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും രണ്ടാമതൊരു പ്രസവം ഒരു സ്ത്രീ ചെയ്യാൻ തയ്യാറാവുന്നത്. കാരണം പ്രസവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകമായ ഒരു വെർഷനാണ്, ഭയാനകമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്ത്രീ 5 കുട്ടികളെ പ്രസവിക്കുക എന്ന് പറയുന്നത് അവരവരുടെ ഭർത്താവിനെ അത്രയേറെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം 5 കുട്ടികളെ പ്രസവിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനാണ് 6 കുട്ടികളെ പ്രസവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് വളരെ പാവമായിട്ടുള്ള ഭയങ്കര സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റ മകളായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മക്കളെ വേണം. എനിക്ക് ഒരു വിഷയം വരുമ്പോൾ എനിക്ക് വേണ്ടി ഓടാൻ എനിക്കൊരു സഹോദരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ മക്കൾ അതുപോലെ ഒരു വിഷമം അനുഭവിക്കരുത്, ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ അവർക്ക് താങ്ങായി കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മക്കൾ കുറേ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും. എന്നാൽ എൻ്റെ ഭർത്താവ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് എനിക്ക് 6 കുട്ടികളുണ്ടായത്. മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പം ഏതൊരു സ്ത്രീ പുരുഷ ബന്ധം എടുത്താലും, ഏതൊരു വിവാഹ ജീവിതം എടുത്താലും അതിലിപ്പോൾ സ്ത്രീക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം 5 കുട്ടികൾ വേണമെന്നുള്ളത്. പക്ഷെ പുരുഷൻ ചിന്തിക്കുന്നത് എൻ്റെ സാമ്പത്തിക ഭദ്രത, എനിക്കിത് നോക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണ്ട, ഞങ്ങൾക്ക് 2 മതി എന്ന് ഒരാൾ തീരുമാനിച്ചാലും അവിടെ 5 കുട്ടികൾ ഉണ്ടാകില്ല. അപ്പോൾ ഒരു ഫാമിലിയിൽ നമുക്ക് ഇത്ര കുട്ടികൾ വേണം എന്നുള്ളത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും, അല്ലേ? ഇതിൽ സിലു പല സ്ഥലത്ത്, അപ്പോൾ സിലുവും 5 കുട്ടികളെ പ്രസവിച്ചു. അവിടെ സിലു ഒരു ഇടയ്ക്ക് പഠിക്കാൻ പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് സിലു രാവിലെ പോയി വൈകുന്നേരം എങ്ങാണ്ടാണ് വരുന്നത്. ആ ഒരു ടൈമിലൊക്കെ ആ പുള്ളിക്കാരൻ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ പറയാറുണ്ട്, കാണിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മമാര് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്, വേദന സഹിച്ച് പ്രസവിക്കുന്നു. പിന്നീടുള്ള കാലം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് ആണുങ്ങൾ, അച്ഛന്മാരാണ്. അതുപോലെ തന്നെ എല്ലാവരും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അമ്മമാർ പ്രസവിക്കുന്നു, അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അത് ഭയങ്കര ത്യാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇസ്ലാം മതത്തിലും അങ്ങനെ തന്നെയാണ്, അമ്മയുടെ കാൽപാദത്തിൽ സ്വർഗം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവിടെ അച്ഛൻ്റെ ത്യാഗത്തിനെ കുറിച്ച് ആരും തന്നെ പറയപ്പെടുന്നില്ല. ശരിക്കും അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ ഒപ്പം തന്നെ ഇരുന്ന് അവരെ നോക്കാനും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യാനും അമ്മമാർക്ക് സാധിക്കാറുണ്ട്. പക്ഷെ അച്ഛന്മാർക്ക് അതിന് സാധിക്കാറില്ല. അവർ പുറത്തു പോയി പിന്നെ ജോലി ചെയ്യണം, അവർക്ക് മക്കളുടെ കൂടെ നിന്ന് അവരുടെ ഓരോ വളർച്ചയും കണ്ട് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. എന്നാലും അവർ പുറത്തു പോയി പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ചില റിലേഷനിലെങ്കിലും ഭാര്യയുടെ കീഴെ ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല.
ഇപ്പോൾ സിലുവിൻ്റെ വിഷയം എടുത്താലും സിലു ആണ് സിലുവിൻ്റെ ഹസ്ബൻഡിന് ഷോപ്പ് എടുത്തു കൊടുത്തത്, സിലുവിൻ്റെ ഹസ്ബൻഡിനെ കടം മാറ്റി കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്ന സമയത്തും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത് സിലു തന്നെയാണ് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ പെട്ടെന്ന് സിലു 5 കുട്ടികളെയും കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ സിലു പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത്, എൻ്റെ കുട്ടികളും ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹവും ഒറ്റയ്ക്കല്ലേ എന്ന ചിന്തയാണ് എന്നെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചത്. അവിടെ സിലുവിൻ്റെ കൂടെ 5 കുട്ടികൾ കൂടെ വന്നിട്ടുണ്ട്, അയാളുടെ കൂടെയോ സിലുവിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയോ. അപ്പോൾ ഇത്രയും ദിവസം ഭാര്യയും മക്കളുമായി ഒന്നിച്ച് ജീവിച്ച ആ ഒരു വ്യക്തി പെട്ടെന്ന് അദ്ദേഹവും ഒറ്റയ്ക്കായി പോവുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, രണ്ടുപേരും ഇനി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രയോറിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ശരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. ശരിക്കും മറ്റൊരാളുടെ ഫാമിലി ലൈഫിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല. കാരണം ജീവിക്കുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്നത് ഞാനാണ്. എൻ്റെ ലൈഫിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ എന്താണോ പുറത്തേക്ക് തരുന്നത് അത് മാത്രമാണ് മറ്റുള്ളവർ കാണുന്നത്. അപ്പം ശരിക്കും സിലു ഇതുവരെയും നമുക്ക് തന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കുന്ന, സിലു എവിടെ പോയാലും സിലുവിൻ്റെ ബാക്കിൽ നിന്നേ ഇങ്ങനെ വരുന്ന ഒരു ഭർത്താവിനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോൾ അത് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, സിലു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയം സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു ഹിൻഡ് ഇട്ടുകൊണ്ടേ വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ വീഡിയോകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും മനസ്സിലാകും സിലുവിൻ്റെ ഹസ്ബൻഡും തമ്മിൽ എന്തോ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത് ശരിക്കും ഒരു കമൻ്റായിട്ട് വന്നാലും സിലു അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. സിലു അത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് മാത്രമാണ് അത് റിയാക്ട് ചെയ്യപ്പെട്ടത്. അത് പറയേണ്ട കാര്യമില്ല. ഇനിയും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക, ഇല്ലെങ്കിൽ ഇല്ല. ഇതിൽ അഭിപ്രായം പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, നിങ്ങളത് നോക്കേണ്ടുന്ന കാര്യമേ ഇല്ല. കാരണം ലൈഫ് നിങ്ങളുടേതാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സിലുവിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത്, നമുക്കൊന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എസ്കേപ്പായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒന്നിച്ച് ജീവിച്ച് ടോക്സിക് ആയിട്ട് ആ ഒരു റിലേഷനിൽ തന്നെ പിടിച്ചു നിന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ജന്മം മുഴുവൻ ത്യാഗം സഹിച്ച് അതിൻ്റെ ഒന്നും ഒരാവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സെപ്പറേറ്റ് ആകുമ്പോൾ അതുവരെ ഒന്നിച്ച് നിന്ന രണ്ടാൾക്കാർ സെപ്പറേറ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും പിന്നീട് നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്ന് പറയുന്നത്. ഒരു 2 ശത്രുക്കളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരേതോ ഒരു സമയത്ത് ഭയങ്കരമായി സ്നേഹിച്ചിരുന്നവരായിരിക്കാം. അപ്പം അതുപോലൊരു റിലേഷൻ ആയിത്തീരാതെ നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമുണ്ട്, ഒരാൾക്ക് ഇഷ്ടമില്ല, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ മാറുമ്പോൾ അത് ആ കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ചില വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ലൈഫിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ളത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്തിട്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. അതിന് റിയാക്ഷൻ ചാനലുകാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ഒരു വിഷയമാക്കി നിങ്ങൾ എടുക്കേണ്ടുന്ന ഒരു റീസണേ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നമ്മൾ ഒരു കുടുംബജീവിതം നമ്മൾ സെപ്പറേറ്റ് ആകുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് തയ്യാറാവുക എന്നുള്ളതാണ്. 2 കൂട്ടരും ഒരു കൗൺസിലിങ്ങിന് തയ്യാറാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ മെൻ്റൽ കണ്ടീഷനെ, അതുവരെയും ഒന്നിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ സെപ്പറേറ്റ് ആകുമ്പോൾ അത് കുട്ടികളുടെ മെൻ്റൽ കണ്ടീഷനെയും ബാധിക്കും. അപ്പോൾ ആ കുട്ടികളെയും
കൗൺസിലിങ്ങിന് റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ സിലു എടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. കാരണം സെപ്പറേറ്റ് ആകുന്നത് സിലുവാണ്. മക്കൾക്ക് എപ്പോഴും അദ്ദേഹം ഉപ്പയാണ്. മക്കളെ അദ്ദേഹവുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ നിന്നും ഒഴിവാക്കി നിർത്താതിരിക്കുക. മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഇൻവോൾവ് ആവുക. പിന്നെ എന്ന് പറയുന്നത് സിലുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വോയിസുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മൾ എപ്പോഴും തോറ്റു പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ടു പോകുന്ന സമയത്താണ്. എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് തൃപ്തി കിട്ടാത്തത്. നമ്മളെപ്പോഴും നമുക്ക് തൃപ്തി കിട്ടുന്ന രീതിയിലായിരിക്കണം ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ സിലു ഒരു തീരുമാനമെടുത്തു, സിലുവിന് അതിൽ നിൽക്കാനാണ് ഇഷ്ടം, സിലു അതിൽ തന്നെ നിൽക്കുക. റിയാക്ഷൻ ചാനലുകാർ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി കുട്ടികളുടെ വിഷയം വരുമ്പോഴും, കുട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കാം. കാരണം അവരുടെ ലൈഫ് അങ്ങനെയാണ്, അവർ ആ ഒരു ലൈഫിലാണ് ജീവിക്കുന്നത്. പരമാവധി അവർക്കിപ്പോൾ എക്സാം ഒക്കെ ആവുന്ന ഒരു സമയമാണ്. പരമാവധി ആ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ വീഡിയോകൾ കാണുന്ന ആ ഒരു തലത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാളാണ്. അതേ ഒരു ലൈഫിൽ തന്നെ ആ കുട്ടികളെയും മാറ്റി നിർത്തുക. അതേ കണക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് മക്കൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, പലതരത്തിലായിരിക്കാം പലരും റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ഭർത്താവ് ഉപദ്രവിക്കുമോ എന്ന ഭയത്തോടു കൂടി ജീവിക്കുന്നതിലും നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി എന്ന പിന്നെ വിരഹത്തോടു കൂടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ സ്യൂട്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ തമ്മിലടിച്ചും തമ്മിൽ പരിഹസിച്ചും തമ്മിൽ ഇങ്ങനെ ചെളിവാരി എറിഞ്ഞും റിയാക്ഷൻ ചാനലുകാർക്ക് സംസാരിക്കാനുള്ള പിന്നെ ലൂപ്പ് ഹോള് എറിഞ്ഞിട്ട് കൊടുത്തും രണ്ടുപേരും പരസ്പരം ചെളിവാരി എറിയാതെ മക്കളുടെ ലൈഫിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമേ കാണൂ. ഈ ലോകത്തുള്ള എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തനിയെ തന്നെയാണ്. നമ്മൾ ജനിക്കുന്നതും തനിച്ച്, മരിക്കുന്നതും തനിച്ച്. പിന്നെ കൂടെ ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു, കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷെ ജീവിക്കണം, നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കണം, ജീവിച്ചേ പറ്റൂ. നമ്മൾ മരിക്കുന്നത് വരെയും നമുക്ക് ജീവിച്ചേ പറ്റൂ. പിന്നെ ഒരു ചെറിയ വീഴ്ചകൾ വരുമ്പോഴും, ശരിക്കും സിലുവിൻ്റെ മോട്ടിവേഷനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് കാണുന്ന ഒരാളാണ്. അപ്പം അത്രയും മോട്ടിവേഷനൊക്കെ തരുന്ന ഒരാൾ ഡള്ളായി പോവരുത്. ജീവിതത്തിന് ഇത് എൻഡാണ്, എല്ലാ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കമാണ് എന്ന് കരുതുക. ഒന്നിൻ്റെയും അവസാനമല്ല. ഇതിൽ സെപ്പറേറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകുന്ന ആളുകളോട് പറയാനുള്ളത്, സ്നേഹം എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ സ്നേഹം നിലനിൽക്കുമ്പോൾ മാത്രമാണ് എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നത്. അവിടെ സ്നേഹം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ടാവും. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എപ്പോഴും ഭയമായിരിക്കും, അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്കയായിരിക്കും. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാതെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നതിലും നല്ലത് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇനി മറ്റൊരു കാര്യം പറയുക എന്ന് പറയുന്നത്, പൊതു മീഡിയയൊന്നുമല്ല നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ജീവിച്ചതോ ഒന്നും പൊതു മീഡിയയുടെ സപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായത്തിൻ്റെ ബേസിലോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർന്നത്. കാരണം ഇത് ഗഫൂർക്ക അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയുന്നത്. കാരണം എന്തൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇനി അങ്ങോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ 5 കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് നിങ്ങളുടെ വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക്
അവർക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഓക്കെ ലിവ് ഇറ്റ്, അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ജീവിച്ചു, ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെളി വാരി എറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം ഇതൊന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മളെപ്പോഴും ഒരു ലൈഫ്, ഒരു റിലേഷൻഷിപ്പിൽ നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഒരു പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഒന്നാകുമായിരിക്കാം, പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകണം എന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉമ്മയും ഉപ്പയും ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സേഫ്റ്റിയും സംരക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട്, സംരക്ഷണവും കെയറിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഉപ്പയും ഉമ്മയുമായിട്ട് ജീവിക്കാം. എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ സിലുവിനെ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഇതിപ്പോൾ ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് നഷ്ടമാർക്കാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ് നഷ്ടം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ സംരക്ഷണം ഇല്ലാതായി പോകുന്നത്, മനസ്സമാധാനം ഇല്ലാതായി പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള അവരുടെ ലൈഫാണ്, കുഞ്ഞുങ്ങളുടെ മനസ്സമാധാനമാണ് ഇല്ലാതായി പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. അത്രയേ ഉള്ളൂ.